നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പരിശോധിക്കുന്നത്. അതായത്, അവതാരം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? ലോകത്തിന്റെ വിവിധ വീക്ഷണങ്ങളും ബൈബിളിന്റെ വീക്ഷണവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ ഈ വിഷയം പഠിക്കാൻ പോവുകയാണ്. ലഭ്യമായ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ തികച്ചും നിഷ്പക്ഷമായിട്ടായിരിക്കും നമ്മുടെ ഈ അന്വേഷണം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ രൂപരേഖ വളരെ വ്യക്തമാണ്. ഒന്നാമതായി ലോകത്തിന്റെ നിർവചനം, രണ്ടാമതായി താരതമ്യ വിശ്വാസങ്ങൾ, തുടർന്ന് ക്രിസ്തീയ വീക്ഷണം, അതിനുശേഷം ജഡം ധരിച്ചതിന്റെ ഉദ്ദേശ്യം, ഒടുവിൽ യേശു യഹോവയാണ് എന്ന ആശയം. ഈ സങ്കീർണമായ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ രൂപരേഖ നമ്മെ സഹായിക്കും. അപ്പോൾ വിഭാഗം 1, ലോകത്തിന്റെ നിർവചനം. സ്രോതസ്സിൽ പറയുന്ന പ്രത്യേക ബൈബിൾ സിദ്ധാന്തം മനസ്സിലാക്കുന്നതിനു മുൻപ് അവതാരം അല്ലെങ്കിൽ ജഡം ധരിക്കൽ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്കാദ്യം നോക്കാം. ശരിക്കും അവതാരം എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കാലങ്ങളായി കേട്ടു ശീലിച്ച ചില നിർവചനങ്ങളുണ്ടല്ലേ? സത്യത്തിൽ ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നാം ഇതുവരെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത് അവതാരം എന്നതിനെക്കുറിച്ച് ലോകത്ത് പൊതുവായ ചില ധാരണകളുണ്ട് എന്നാണ്. അതായത്, ചെയ്തു തീർക്കാൻ കഴിയാതിരുന്ന എന്തെങ്കിലും ദൗത്യം പൂർത്തിയാക്കാൻ ഒരു ദൈവം ആവർത്തിച്ച് ഭൂമിയിലേക്ക് വരുന്നതായോ, അല്ലെങ്കിൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു പുണ്യവാൻ വീണ്ടും മനുഷ്യനായി ജനിക്കുന്നതായോ ആണ് ഭൂരിഭാഗം ആളുകളും ഇതിനെ കാണുന്നത്. അതാണ് പൊതുവെയുള്ളൊരു വിശ്വാസം. ഇനി വിഭാഗം 2, താരതമ്യ വിശ്വാസങ്ങൾ. ലോകത്തിലെ പ്രധാന മതങ്ങൾ ദൈവം മനുഷ്യനാകുന്ന ഈ ആശയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിന്റെ വളരെ രസകരമായ ഒരു താരതമ്യ വിശകലനമാണ് നാം ഇനി കാണാൻ പോകുന്നത്. വിവിധ മതങ്ങളുടെ വിശ്വാസങ്ങളെ നമ്മുടെ സ്രോതസ്സ് വളരെ കൃത്യമായി വേർതിരിച്ചു കാണിക്കുന്നുണ്ട്. അത് ശരിക്കും ശ്രദ്ധേയമാണ്. ഹിന്ദു, ബുദ്ധ മതങ്ങളെടുത്താൽ അവർ 84 ലക്ഷത്തോളം വരുന്ന ചാക്രികമായ പുനർജന്മങ്ങളെക്കുറിച്ചും ഒന്നിലധികം അവതാരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. എന്നാൽ ഇസ്ലാം, സിഖ് മതങ്ങൾ ദൈവം മനുഷ്യരൂപം സ്വീകരിക്കുന്നു എന്ന ആശയത്തെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രവാചകന്മാരെയോ ഗുരുക്കന്മാരെയോ അയക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ജൂതമതം നോക്കിയാലോ? മരിച്ചുപോയ പഴയ പ്രവാചകന്മാർ വീണ്ടും വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ഉദാഹരണത്തിന്, യോഹന്നാൻ സ്നാപകൻ പുനർജനിച്ച ഏലിയാവാണെന്നവർ അന്ന് കരുതിയിരുന്നു. അടുത്തതായി വിഭാഗം 3, ക്രിസ്തീയ വീക്ഷണം, ഒരൊറ്റ അവതാരം. ഇവിടെ നിന്നാണ് നാം ഈ സ്രോതസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് കടക്കുന്നത്. ദൈവം ഒരിക്കൽ മാത്രമേ മനുഷ്യരൂപം സ്വീകരിച്ചുള്ളൂ എന്നും അതിൽ ആവർത്തിച്ചുള്ള ജനനങ്ങളില്ല എന്നുമുള്ള സവിശേഷമായ സിദ്ധാന്തമാണിത്. ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യമെന്താണെന്നോ? എബ്രായർ 9:27 പറയുന്നൊരു കാര്യമുണ്ട്: മനുഷ്യർക്ക് ഒരിക്കൽ മരിപ്പാനും പിന്നെ ന്യായവിധിയും നിയമിച്ചിരിക്കയാൽ. അതായത്, മനുഷ്യജീവിതമെന്നത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടുതന്നെ ദൈവത്തിന്റെ ജഡം ധരിക്കൽ എന്നതും ഒരിക്കലും ആവർത്തിക്കാൻ കഴിയാത്ത പൂർണ്ണമായും അദ്വിതീയമായ ഒരു സംഭവമായിരിക്കണം എന്ന് ഈ സ്രോതസ്സ് വളരെ ശക്തമായി സമർത്ഥിക്കുന്നു. ഇതൊന്നാലോചിച്ചു നോക്കൂ. ജനനം, പിന്നെ ഒരൊറ്റ ജീവിതവും മരണവും, ഒടുവിൽ അന്തിമനായ വിധി. ഇതൊരു നേർരേഖയിലുള്ള യാത്രയാണ്. നിരന്തരമായ ചാക്രിക പുനർജന്മം എന്ന ആശയത്തെ പൂർണ്ണമായും ചോദ്യം ചെയ്യാൻ ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള ഈ നേർരേഖാ വീക്ഷണം സ്രോതസ് വളരെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിന്റെ വീക്ഷണവും ബൈബിളിന്റെ വീക്ഷണവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമെന്താണ്? കർമ്മങ്ങളിലൂടെ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളിലൂടെ അടുത്ത ജന്മത്തിൽ തങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ഒന്നിലധികം അവസരങ്ങൾ ലഭിക്കുമെന്നാണ് ലോകം വിശ്വസിക്കുന്നത്. എന്നാൽ ബൈബിൾ മുൻപോട്ട് വയ്ക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യമാണ്: ഒരൊറ്റ ജീവിതം, ഒരൊറ്റ കേവലയാഗം, ഒടുവിൽ ഒരന്തിമ ന്യായവിധി. ഇതാണ് ബൈബിളിന്റെ വീക്ഷണം. ഇനി വിഭാഗം 4, ജഡം ധരിച്ചതിന്റെ ഉദ്ദേശ്യം. എന്തുകൊണ്ടാണ് ദൈവം ഇത്തരത്തിൽ ഒരിക്കൽ മാത്രം മനുഷ്യരൂപം സ്വീകരിച്ചത്? ഇതിനു പിന്നിലെ ദൈവശാസ്ത്രപരമായ ലക്ഷ്യം എന്താണെന്ന് നമുക്കിനി പരിശോധിക്കാം. യേശു ജഡം ധരിച്ചതിന് പ്രധാനമായും 4 ലക്ഷ്യങ്ങളുണ്ടെന്നാണ് സ്രോതസ്സ് വ്യക്തമാക്കുന്നത്. 1. അനേകരുടെ പാപങ്ങളെ ശാശ്വതമായി വഹിക്കുക. 2. ആവർത്തിച്ചുള്ള മൃഗബലികൾ എന്നേക്കുമായി അവസാനിപ്പിക്കുക. 3. മരണമെന്ന ഭയത്തെ തോൽപ്പിക്കുക. 4. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 യോഹന്നാൻ 3:8 പറയുന്നതുപോലെ രോഗങ്ങളും ശാപങ്ങളും ഉൾപ്പെടെയുള്ള സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുക.
ഇതാണ് ആ ഉദ്ദേശ്യങ്ങൾ. എബ്രായർ 7-10 അധ്യായങ്ങളെ അടിസ്ഥാനമാക്കി സ്രോതസ് വളരെ യുക്തിസഹമായ ഒരു കാര്യം പറയുന്നുണ്ട്. പഴയകാലത്ത് ഭൂമിയിലെ പുരോഹിതന്മാർക്ക് ന്യൂനതകളുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ദിവസവും തങ്ങളെ തന്നെ കഴുകുകയും താൽക്കാലിക പാപമോചനത്തിനായി വീണ്ടും വീണ്ടും മൃഗങ്ങളെ ബലിയർപ്പിക്കുകയും വേണ്ടിയിരുന്നു. എന്നാൽ യേശു ആകട്ടെ എല്ലാ പാപങ്ങളെയും നീക്കിക്കളയാൻ ശാശ്വതമായ ഒരൊറ്റ ബലിയാണ് അർപ്പിച്ചത്, അതും ഒരിക്കൽ മാത്രം. ഇതിൽ നിന്ന് സ്രോതസ് വളരെ ശക്തമായൊരു യുക്തി മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ പാപപരിഹാരം ശാശ്വതമായ ഒന്നല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എബ്രായർ 9:26 പ്രകാരം ലോകം സൃഷ്ടിക്കപ്പെട്ടതു മുതൽ ദൈവം അനന്തമായ കഷ്ടപ്പാടുകളുടെയും മരണത്തിന്റെയും ഒരു ചക്രത്തിൽ കുടുങ്ങുമായിരുന്നു, അല്ലേ? ആ ഒരൊറ്റ യാഗത്തിന്റെ പൂർണ്ണതയാണ് ഇത് കാണിക്കുന്നത്. ഇനി വിഭാഗം 5, യേശു യഹോവയാണ്. നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും നിർണായകമായ ദൈവശാസ്ത്രഭാഗത്തേക്ക് കടക്കുകയാണ്. ജഡം ധരിച്ച വ്യക്തി വെറുമൊരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് യേശു യഹോവയാണെന്ന വലിയൊരു വെളിപ്പെടുത്തലാണിത്. പഴയ നിയമത്തിൽ യോവേൽ 2-ാമത്തെ അധ്യായത്തിലും യെശയ്യാവ് 40-ലും യഹോവയെക്കുറിച്ച് പറയുന്ന ചില വ്യക്തമായ പ്രവചനങ്ങളുണ്ട്. അതായത് യഹോവയെ വിളിച്ചപേക്ഷിക്കാനും അവനായി വഴിയൊരുക്കാനും അവിടെ പറയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗലോസും യോഹന്നാൻ സ്നാപകനും ഈ പ്രവചനങ്ങളെ എങ്ങനെയാണ് നേരിട്ട് യേശുവിനോട് ബന്ധിപ്പിക്കുന്നതെന്ന് സ്രോതസ് ചൂണ്ടിക്കാണിക്കുന്നു. യേശു തന്നെയാണ് പഴയ നിയമത്തിലെ യഹോവ എന്ന് ഇത് വളരെ വ്യക്തമായി സമർത്ഥിക്കുന്നു. യേശു ദൈവത്തെ സഹായിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വെറുമൊരു സഹായിയല്ല എന്ന വളരെ ആഴമേറിയ ഒരു ദൈവശാസ്ത്ര ആശയമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അബ്രഹാമിനോടൊപ്പം നടന്ന ആ സ്വയംഭുവായ സൃഷ്ടാവ് തന്നെയാണ് ഒരു ദാസനാകാൻ മനുഷ്യരൂപത്തിലേക്ക് തന്നെ സ്വയം ശൂന്യനാക്കിയത്. ഫിലിപ്പിയർ 2:7 അടിസ്ഥാനമാക്കിയാണ് ഈ സ്രോതസ് ഈ കാര്യം വിശദീകരിക്കുന്നത്. യോഹന്നാൻ 1:10 ആ വാക്കുകൾ ശരിക്കും ശ്രദ്ധേയമാണ്. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, സൃഷ്ടാവ് തന്നെയായ ദൈവം തന്റെ സൃഷ്ടികൾക്കിടയിലൂടെ മനുഷ്യനായി നടന്നിട്ടും അവരാരും അവനെ തിരിച്ചറിഞ്ഞില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് സ്രോതസ് ഇതിനെ കാണുന്നത്. അങ്ങനെ നാം ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് അടുക്കുകയാണ്. യേശു മടങ്ങിവരുമെന്ന് ബൈബിൾ പ്രവചിച്ചിട്ടുണ്ട്, തീർച്ചയായും. പക്ഷേ അതൊരു പുതിയ അവതാരമായിട്ടോ ഭൂമിയിലൊരു കുഞ്ഞായി ജനിച്ചുകൊണ്ടോ ആയിരിക്കില്ല. മറിച്ച് 1 കൊരിന്ത്യർ 15:26 പറയുന്നത് പോലെ മരണമെന്ന അവസാന ശത്രുവിനെ ഇല്ലാതാക്കാൻ സ്വർഗ്ഗത്തിൽ നിന്നുള്ളൊരു രാജാവായിട്ടായിരിക്കും ആ മടങ്ങിവരവ്. ഒടുവിലായി നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യത്തോടെ ഇന്നത്തെ ഈ വിശകലനം നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ സ്രോതസ് വ്യക്തമാക്കുന്നതുപോലെ ദൈവം ഒരു തവണ മാത്രമേ ജഡം ധരിച്ചുള്ളൂ. എന്നാൽ മനുഷ്യരാശി ഈ അദ്വിതീയ സംഭവത്തെ തിരിച്ചറിയുമോ അതോ പൂർണ്ണമായും നഷ്ടപ്പെടുത്തുമോ? ഈ താരതമ്യ സത്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വിശകലനത്തിൽ ഒപ്പം ചേർന്നതിന് വലിയ നന്ദി. മറ്റൊരു ചിന്തോദ്ദീപകമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.